ഞാൻ മരിച്ചു കഴിയുമ്പോൾ മധുവേട്ടനെ നീ ഭർത്താവായി സ്വീകരിക്കണം. 2 വർഷമായി കിടപ്പിലായിരുന്ന ചേച്ചി വിളിച്ച് അരികിലേക്ക് ഇരുത്തിയിട്ട് പറഞ്ഞ കാര്യം കേട്ട് സവിത ഞെട്ടിപ്പോയി. ചേച്ചി, എന്താണ് ഈ പറയുന്നത്? ഇന്നലെ വരെ എന്റെ വല്യേട്ടനെ പോലെ കണ്ട മധുവേട്ടനെ ഞാൻ എങ്ങനെയാ ചേച്ചി ഭർത്താവിന്റെ സ്ഥാനത്ത് കാണുന്നത്? സവിതേ, ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ 2 പിഞ്ച് കുഞ്ഞുങ്ങൾ അനാഥരാവാൻ പാടില്ല. നീ എനിക്കൊരു വാക്ക് തരണം. ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ മക്കളെ നോക്കാൻ നീ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന്. ഇല്ലെങ്കിൽ മധുവേട്ടൻ മറ്റൊരു വിവാഹം കഴിച്ചാൽ വന്നു കയറുന്നവൾ ചിലപ്പോൾ എന്റെ മക്കളെ 2ാം തരക്കാരായി കാണും. ചേച്ചി ഇപ്പോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അവരെ ഞാൻ തറവാട്ടിലേക്ക് കൊണ്ടുപോയി പൊന്നുപോലെ നോക്കിക്കൊള്ളാം. അതെത്ര നാള് അങ്ങനെ നോക്കാൻ നിനക്ക് കഴിയും? കുറച്ചു കാലം കഴിയുമ്പോൾ നിന്നെ വിവാഹം കഴിച്ചു വിട്ടാൽ പിന്നെ എന്റെ മക്കളെ നമ്മുടെ ഏട്ടത്തി മര്യാദയ്ക്ക് നോക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചേച്ചിയുടെ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം കൊടുക്കാൻ കഴിയാതെ സവിതയിരുന്ന് ഉയർത്തു. എന്താ സവിത നീ ഒന്നും മിണ്ടാത്തത്? നമ്മുടെ അച്ഛനും അമ്മയും നിന്നെ സ്നേഹിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. ചേച്ചി കണക്ക് പറയുകയാണെന്ന് കരുതരുത്. ഒരു 2ാം കെട്ടുകാരൻ നിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ഈ ചേച്ചിയെ നീ ശപിക്കുകയും ചെയ്യരുത്. മക്കളെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്ന സ്വാർത്ഥമതിയായ ഒരമ്മയുടെ അന്ത്യാഭിലാഷമാണെന്ന് കരുതി എനിക്ക് നീ വാക്കി തരും സവിത. ഞാനൊന്ന് സമാധാനത്തോടെ മരിച്ചോട്ടെ. ശുഷ്കിച്ച കൈകളാൽ തന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് വിതുമ്പി കരയുന്ന ചേച്ചിയുടെ കുഴിഞ്ഞ കണ്ണുകളിലെ പ്രതീക്ഷകളെ കണ്ടില്ലെന്നടിക്കാൻ സവിതയ്ക്ക് കഴിഞ്ഞില്ല. ചേച്ചി സമാധാനമായിട്ടിരിക്കും. ചേച്ചിയുടെ ആഗ്രഹപ്രകാരം നമ്മുടെ മക്കളുടെ അമ്മയായിട്ട് മധുവേട്ടന്റെ ഭാര്യയായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. സവിതയുടെ ഉറപ്പ് കിട്ടിയപ്പോൾ സീത അനുജത്തിയുടെ കൈ സ്നേഹത്തോടെ അമർത്തി പിടിച്ചു. പെട്ടെന്ന് മുറുകെ പിടിച്ചിരുന്ന ചേച്ചിയുടെ കൈകൾ അഴിഞ്ഞു തുടങ്ങിയപ്പോൾ സവിത ആ കണ്ണുകളിലേക്ക് നോക്കി. ഇമയനങ്ങാതെ തന്നെ വിട്ടുനോക്കുന്ന ആ കണ്ണുകളിലെ തിളക്കം മാഞ്ഞുപോയെന്നും കുറച്ചു മുമ്പ് വരെ ആ ശരീരത്തിലുണ്ടായിരുന്ന ജീവന്റെ തുടിപ്പ് നിന്നുപോയെന്നും ഒരു ഞെട്ടലോടെ സവിത തിരിച്ചറിഞ്ഞു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ശവമടക്കും അടിയന്തരവുമൊക്കെ കഴിഞ്ഞ് സവിതയെയും കുട്ടികളെയും മറ്റുള്ളവർ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സീതയുടെ മരണമേൽപ്പിച്ച ആഘാതത്തിൽ നിന്നും എല്ലാവരും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. സവിതയോട് പറഞ്ഞ കാര്യങ്ങൾ അതിനു മുമ്പേ തന്നെ സീത തന്റെ ഭർത്താവിനോടും തറവാട്ടിലെ മറ്റുള്ളവരോടുമൊക്കെ സംസാരിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. സീതയുടെ മരണം കഴിഞ്ഞ് 6 മാസങ്ങൾക്ക് ശേഷം എല്ലാവരും കൂടി തറവാട്ടിൽ ഒത്തുചേർന്ന് മധുവിന്റെയും സവിതയുടെയും വിവാഹ തീയതി ഉറപ്പിച്ചു. അന്ന് വൈകുന്നേരം സവിത അമ്പലത്തിലേക്ക് പോകുമ്പോൾ വഴിയെ മധു നിൽപ്പുണ്ടായിരുന്നു. മാസങ്ങൾക്ക് ശേഷം മധുവേട്ടനെ കണ്ടപ്പോൾ സവിതയ്ക്ക് അയാളുടെ മുഖത്ത് നോക്കാൻ എന്തോ ഒരു വൈക്ലഭ്യം തോന്നി. ഞാൻ സവിതയെ കാത്തു നിൽക്കുകയായിരുന്നു. എന്താ മധുവേട്ട, എന്താ കാര്യം? അവൾ ആകാംക്ഷയോടെ തിരക്കി. ഞാനിന്നലെ ഹരിയെ കണ്ടിരുന്നു. അത് കേട്ടപ്പോൾ സവിതയുടെ ഉള്ളൊന്ന് കാളി. അവൾ ജിജ്ഞാസയോടെ മധുവിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അയാൾ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലിരിക്കുകയായിരുന്നെന്നും ഞാൻ അറിയുന്നത്. ചേച്ചി കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രമാണ് സവിത നിങ്ങളുടെ ഭാര്യയാകുന്നതെന്നും നിങ്ങൾക്ക് അവളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവൾ ആഗ്രഹിച്ച ജീവിതം നയിക്കാൻ നിങ്ങൾ അവളെ അനുവദിക്കണമെന്നും അയാൾ എന്നോട് പറഞ്ഞിട്ട് പോയി. അയാൾ പറഞ്ഞത് ന്യായമാണെന്ന് എനിക്കറിയാം. പക്ഷേ അയാൾ പറഞ്ഞിട്ട് വേണമായിരുന്നു മോളെ ഞാനിതറിയാൻ. നിനക്ക് എന്നോടെങ്കിലും ഒന്ന് തുറന്നു പറയാമായിരുന്നു നിന്നെ കാത്തിരിക്കുന്ന ഒരാളുണ്ടെന്ന കാര്യം. നിനക്കിഷ്ടപ്പെട്ട വിവാഹം ഈ ഏട്ടൻ നടത്തി തരില്ലായിരുന്നു. പക്ഷെ ഏട്ടാ, നമ്മുടെ മക്കൾ, അവരുടെ ഭാവി എന്റെ ചേച്ചിക്ക് ഞാൻ കൊടുത്ത വാക്ക്. അതെല്ലാം നിന്റെ ചേച്ചിയുടെ അനാവശ്യമായ ഉത്കണ്ഠകളായിരുന്നു മോളെ. എന്റെ മക്കളെ പൊന്നുപോലെ വളർത്താൻ ഞാൻ മാത്രം മതി. അതിന് എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല. നീ അതൊന്നും ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. അതിനെക്കുറിച്ച് പറയാനും നിനക്ക് മറ്റൊരു വരനെ കണ്ടെത്തി നിന്റെ വിവാഹം മംഗളമായി നടത്തുന്നതിനെ കുറിച്ച് സംസാരിക്കാനും വേണ്ടിയിരിക്കുമ്പോഴാണ് ഒരു നിമിത്തം പോലെ ഹരിയെ കണ്ടുമുട്ടുന്നത്. എന്തായാലും നീ അമ്പലത്തിൽ പോയി നല്ലതുപോലെ പ്രാർത്ഥിച്ചിട്ട് വേഗം വാ. ഞാനും വരാം തറവാട്ടിലേക്ക്. എന്നിട്ട് എല്ലാവരോടും ഈ കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ വിവാഹം എത്രയും വേഗം നടത്തണം. ഏറെ നാളായി കാറും കോളും നിറഞ്ഞു നിന്ന തന്റെ മനസ്സ് ഒരു മഴയായി പെയ്തു തോർന്ന പ്രതീതിയായിരുന്നു സവിതയ്ക്ക്.